അവൻ്റെ നിയോഗ വഴിയിലൂടെ നടക്കാതിരിക്കാനാവില്ല. അവൻ്റെ നിയോഗ വഴിയിലൂടെ നടന്ന യേശുവിൻ്റെ 12 സ്ലീഹന്മാരിൽ ഒരുവനാണ് ദിദിമോസ് എന്ന് വിളിക്കപ്പെടുന്ന വിശുദ്ധ തോമ. ആഴ്ചയുടെ ആദ്യ ദിവസമായ അന്ന് വൈകിട്ട് ശിഷ്യന്മാർ യഹൂദരെ ഭയന്ന് കതകടച്ചിരിക്കുകയായിരുന്നു. യേശു വന്ന് അവരുടെ മധ്യത്തിൽ നിന്നുകൊണ്ട് അവരോട് പറഞ്ഞു, നിങ്ങൾക്ക് സമാധാനം. പന്ത്രണ്ട് പേരിൽ ഒരുവരും ദിദിമോസ് എന്ന് വിളിക്കപ്പെടുന്നവനുമായ തോമസ് യേശു വന്നപ്പോൾ അവരോട് കൂടെ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് മറ്റു ശിഷ്യന്മാർ അവനോട് പറഞ്ഞു, ഞങ്ങൾ കർത്താവിനെ കണ്ടു. എന്നാൽ അവൻ പറഞ്ഞു, അവൻ്റെ കൈകളിൽ ആണിയുടെ പഴുതുകൾ ഞാൻ കാണുകയും അവയിൽ എൻ്റെ വിരലിടുകയും അവൻ്റെ പാർശ്വത്തിൽ എൻ്റെ കൈ വയ്ക്കുകയും ചെയ്താലല്ലാതെ ഞാൻ വിശ്വസിക്കുകയില്ല. എട്ട് ദിവസങ്ങൾക്ക് ശേഷം അവൻ്റെ ശിഷ്യന്മാർ വീട്ടിലായിരിക്കുമ്പോൾ തോമസും അവരോട് കൂടെ ഉണ്ടായിരുന്നു. വാതിലുകൾ അടച്ചിട്ടിരിക്കുകയായിരുന്നു. യേശു വന്ന് അവരുടെ മധ്യത്തിൽ നിന്നുകൊണ്ട് അവരോട് പറഞ്ഞു, നിങ്ങൾക്ക് സമാധാനം. അവൻ തോമസിനോട് പറഞ്ഞു, നിന്റെ വിരൽ ഇവിടെ കൊണ്ടുവരിക, എൻ്റെ കൈകൾ കാണുക, നിന്റെ കൈ നീട്ടി എൻ്റെ പാർശ്വത്തിൽ വയ്ക്കുക. അവിശ്വാസിയാകാതെ വിശ്വാസിയായിരിക്കുക. തോമസ് പറഞ്ഞു, എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ. യേശു അവനോട് പറഞ്ഞു, നീ എന്നെ കണ്ടതുകൊണ്ട് വിശ്വസിച്ചു, കാണാതെ തന്നെ വിശ്വസിക്കുന്നവർ ഭാഗ്യവാന്മാർ. യേശു ഒരിക്കൽ ശിഷ്യനോട് പറഞ്ഞു, നിങ്ങൾ ലോകമെങ്ങും പോയി എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുകയും. അങ്ങനെ യേശുവിൻ്റെ ആഹ്വാന പ്രകാരം ശിഷ്യരെല്ലാം സുവിശേഷ പ്രഘോഷണം എന്ന ദൗത്യവുമായി ലോകമെമ്പാടും ഇറങ്ങിത്തിരിച്ചു. AD 52 ജെറുസലേമിൽ നിന്നും അദ്ദേഹം ദക്ഷിണ ഭാരതത്തിലേക്ക് വന്നതായി ചരിത്രം രേഖപ്പെടുത്തുന്നു. ക്രിസ്തുവിനെ തൊട്ടറിഞ്ഞ ശിഷ്യൻ ക്രിസ്തുവിനെ പ്രഘോഷിക്കുകയും ഒരുപാട് പേർക്ക് മാമോദീസ നൽകുകയും ചെയ്തു. അങ്ങനെ അദ്ദേഹം 7 പള്ളികൾ സ്ഥാപിക്കുകയും ചെയ്തു. കൊടുങ്ങല്ലൂർ, പാലയൂർ, പറവൂർ, കൊക്കമംഗലം, നിരണം, നിലയ്ക്കൽ, കൊല്ലം തുടങ്ങിയവയാണ് ആ 7 പള്ളികൾ. 7 പള്ളികൾ എന്നാണ് ഇവ അറിയപ്പെടുന്നത്. തിരുവിതാംകോട് പള്ളിയാണ് ഈ അരപ്പള്ളി. തോമസ് ലീഹായുടെ പാദസ്പർശത്താൽ അനുഗ്രഹീതമായ വലിയ ഒരു തീർത്ഥാടന കേന്ദ്രമാണ് മലയാറ്റൂർ. വലിയ നോമ്പ് കാലത്തും തുടർന്ന് പൊതു ഞായറാഴ്ചയും ഈ പുണ്യമലയിലേക്ക് ഭക്തജന പ്രവാഹമാണ്. മലബാറിലുള്ള തൻ്റെ പ്രേക്ഷിത പ്രവർത്തനങ്ങൾക്ക് ശേഷം അദ്ദേഹം തമിഴ്നാട്ടിലെ മൈലാപ്പൂർ എന്ന പ്രദേശത്തേക്ക് പാലായനം ചെയ്തു. അവിടെ അദ്ദേഹം ജനങ്ങളെ പഠിപ്പിക്കുകയും രോഗികളെ സുഖപ്പെടുത്തുകയും അത്ഭുതങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തു. അദ്ദേഹത്തിൻ്റെ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ മൂലം ക്രിസ്തു സമൂഹം വളർന്നു വന്നിരിക്കുന്നതിൽ അസൂയ തോന്നിയ പ്രമാണികൾ അദ്ദേഹത്തെ
വധിക്കാനുള്ള ഉപായം തേടി. ഇവരിൽ നിന്ന് രക്ഷ നേടുന്നതിനായി അദ്ദേഹം ഒരു ഗുഹയ്ക്കുള്ളിൽ അഭയം പ്രാപിച്ചു. എന്നാൽ ശത്രുക്കൾ സ്ലീഹായെ പിന്തുടരുന്നുണ്ടായിരുന്നു. AD 72 ജൂലൈ 3 പ്രാർത്ഥനയിൽ മുഴുകിയിരിക്കുകയായിരുന്ന സ്ലീഹായെ ശത്രുക്കൾ കുന്തം കൊണ്ട് പിന്നിൽ നിന്ന് കുത്തി കൊലപ്പെടുത്തി. നമുക്കും അവനോടുകൂടെ പോയി മരിക്കാം എന്ന ഒറ്റ വാചകത്തിലൂടെ ക്രിസ്തു ശിഷ്യർക്കിടയിൽ ധീരതയുടെ പര്യായമായി തീർന്ന വിശുദ്ധ വ്യക്തിത്വമാണ് മാർ തോമാസ് ലീഹ. മാർ തോമാസ് ലീഹയെ പോലെ നമുക്കും നമ്മുടെ വിശ്വാസം കാത്തു സംരക്ഷിക്കാം. നന്ദി.